കൊല്ലം CPM ജില്ലാ നേതൃത്വം ഡോക്ടർ ഗോപൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ ഗോപൻ, എൻ വാസു എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് കമ്മീഷണർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ ആ സ്ഥാനങ്ങളിൽ ഇരുന്നതിനപ്പുറത്തേക്ക് പാർട്ടി CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ അടിയുറച്ച വിശ്വസ്തന്മാരിൽ ഒരാൾ കൂടിയാണ്. യുവതീ പ്രവേശന സമയത്ത് ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് പാർട്ടിക്കാരനല്ലാത്ത ഒരാളല്ല. എൻ വാസുവിന്റെ അറസ്റ്റ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നില്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? ശബരിമല വിഷയം ഒരർത്ഥത്തിലും CPM-നെ പ്രതിരോധത്തിലാക്കില്ല. കാരണം മറ്റ് ഏത് സംവിധാനത്തെക്കാളും ഫലപ്രദമായി അന്വേഷിക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിന് ആദ്യം കൊടുത്ത സമ്മർദ്ദം CPM-മായി ബന്ധമുള്ള ആരെയും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന വിലാപമായിരുന്നു കേരളത്തിൽ കേട്ടത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. അപ്പം തന്നെ ഞങ്ങൾ പ്രതികരിച്ചു. ഇത് ഞങ്ങൾക്കെതിരെയുള്ള വിമർശനമല്ല, ഇത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്കെതിരെയുള്ള വിമർശനമാണ്. കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ വളരെ കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന SIT-യുടെ മൊറയിലിനെ ബാധിക്കുന്ന ഒരു വിമർശവും അവർക്കെതിരെ നടത്തിയിട്ട് ദുർബലപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് ഏത് ആളിലേക്കും ഇതെത്തുമ്പോൾ അത് SIT-യുടെ അന്വേഷണത്തിന്റെ കൃത്യതയാണ് സൂചിപ്പിക്കുന്നത്. CPM-മായി ബന്ധപ്പെട്ട ആരിലും ഇതെത്തില്ല എന്നുള്ള വിമർശത്തെ ശക്തമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തെളിവുണ്ടെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്യും, തെളിവുണ്ടെങ്കിൽ ആരുടെ പേരിലും കേസെടുക്കും. തെളിവില്ലാതെ പ്രതിപക്ഷ സമ്മർദ്ദത്തിനോ ബാഹ്യ സമ്മർദ്ദത്തിനോ വഴങ്ങി ഒരാളെ അറസ്റ്റ് ചെയ്താൽ അത് കോടതിയിൽ വെച്ച് അയാൾ വളരെ കൃത്യമായി അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് തെളിവോടുകൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ. പ്രതിപക്ഷ സമ്മർദ്ദത്തിന് വിധേയമായി അറസ്റ്റ് ചെയ്യില്ല. ഇപ്പൊ സൂചിപ്പിച്ചത് മറ്റ് നേതാക്കന്മാരിലേക്ക് എത്തണം, ഇവർ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്ക് ആരെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് കേരള ഹൈക്കോടതിക്ക് കൊടുത്താൽ മതി. ഞങ്ങൾ പറയുന്നത് ഇന്നാരെയൊക്കെ അറസ്റ്റ് ചെയ്യണം, നിങ്ങളെ ഈ പണിക്ക് കൊള്ളത്തില്ല, കേരള ഹൈക്കോടതിയെയും SIT പണിക്ക് കൊള്ളത്തില്ല, ഞങ്ങൾ പറഞ്ഞുതരാം ആരെയൊക്കെ അറസ്റ്റ് ചെയ്യണമെന്ന്. ഇതാണല്ലോ ഈ പറയുന്നതിന്റെ വാദം. അതെല്ലാം പൊളിഞ്ഞു വീഴുന്നതാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞത് അല്ല, ഏത് വാദമാണ് പൊളിഞ്ഞു വീഴുന്നത് എന്നുള്ളൊരു ചോദ്യമല്ലേ ശ്രീ ഡോക്ടർ ഗോപൻ? പാർട്ടിയുടെ അംഗത്വമുണ്ട് ഇപ്പോഴും എൻ വാസുവിനെ സംബന്ധിച്ചോളം. യുവതീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ സുപ്രീം കോടതിയിലടക്കം ബോർഡിന്റെ നിയമ നടപടികൾക്കടക്കം മുന്നിട്ട് നിന്ന ഒരാൾ, സർക്കാരിന്റെ മുഖമായിട്ട് നിന്ന ഒരാൾ, ദേവസ്വം കമ്മീഷണറായിരുന്ന ഒരാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് പോലും ആദ്യമായിട്ട്. പിണറായി സർക്കാർ കൃത്യമായി ഈ വിഷയത്തിനകത്ത് ഇടപെടുകയും എൻ വാസു ഇന്നത്തെ എൻ വാസു ആകാൻ കാരണം അത്രയും വലിയൊരു ബാക്കപ്പ് അദ്ദേഹത്തിന് പാർട്ടിയിൽ ഉള്ളതുകൊണ്ടാണ് എന്നറിയാത്തവരുണ്ടോ? അപ്പോൾ ഇത് ആരുടെ വാദമാണ് പൊളിയുന്നത്? ഈ പറയുന്ന ആൾക്കാരുടെ വാദമാണോ അതോ പാർട്ടിയുടെ വാദമാണോ പൊളിയുന്നത്? നിങ്ങൾ വെറുതെ രാവിലെ ആശ്വാസം കൊള്ളണ്ട. കാരണം പിണറായി സർക്കാരിന്റെ എന്നുള്ളതല്ല, എൻ വാസു വളരെ വളരെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു ബ്യൂറോക്രാറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളും അതുപോലെ ജനകീയനുമായിട്ടുള്ള ഒരാളാണ്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് CPM അവസരം കൊടുത്തിട്ടുണ്ട്. ആ അവസരത്തിൽ എവിടെങ്കിലും അദ്ദേഹത്തിന് പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പാളിച്ചയെ CPM സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആ വാദം നിലനിൽക്കുകയും അതിനെതിരായി വന്ന വാദം പൊളിഞ്ഞു വീഴുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. അതായത് CPM നേതൃത്വത്തെ തൊടാൻ SIT-ക്ക് ധൈര്യമില്ല, അല്ലെങ്കിൽ CPM-മായി ബന്ധപ്പെട്ട ആരെയും തൊടാൻ പാടില്ല എന്നാണ് മുഖ്യമന്ത്രി. ഡോക്ടർ ഗോപൻ ഒറ്റ ഒരു വാക്ക്. ഡോക്ടർ ഗോപൻ 1979 അദ്ദേഹം ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയതാണ് ഓർമ്മ. അതായത് അന്ന് തൊട്ട് CPM-ന്റെ ഭാഗമാണ് എൻ വാസു. 45 വർഷമായി. ഇനി എന്ന് തിരുത്തുമെന്നാണ് പറയുന്നത്? ഈ കൊള്ള മുഴുവൻ കഴിഞ്ഞ ശേഷം പാർട്ടി തിരുത്തുമെന്നാണോ പറയുന്നത്? നാട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ ചിരിക്കില്ലേ? അല്ല, നിങ്ങൾ ചിരിക്കാതിരുന്നാൽ മതി. കാരണം ഇത് കൊള്ളയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? എന്ത് കൊള്ളയുടെ കാര്യം പറയുന്നേ? അതിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളിന്റെ ഭാഗത്തുള്ളത് അദ്ദേഹം സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയെന്നോ അദ്ദേഹം എവിടെങ്കിലും പണം കടത്തിക്കൊണ്ട് പോയെന്നോ ഉള്ള വിഷയമല്ല. ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടിരുന്നിട്ട് അതിന്റെ കാലാവധി കഴിഞ്ഞ് പുറത്തു പോയിട്ട് പൊതുജനം വീടുണ്ടാക്കി കൊടുക്കേണ്ടി വന്ന ഒരു മന്ത്രിയുടെ പേരാ PK ഗുരുദാസൻ. ആ PK ഗുരുദാസന്റെ ഭരണത്തിന്റെ ഭാഗമായി ഇരിക്കുമ്പോൾ അത്രയും വിശ്വസ്തനും അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ബയോഡേറ്റയുള്ള ആളിനെ അവിടെ വെക്കുകയുള്ളൂ. അങ്ങനെ ഒരാൾ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞുകൊണ്ടൊരു സാമ്പത്തിക അപരാധത്തിന് കൂട്ടുനിൽക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇനി അദ്ദേഹത്തിന് അതായത് ഇപ്പോഴും എൻ വാസുവിനെ പാർട്ടി ന്യായീകരിക്കുന്നു, അതാണ് അതിന്റെ സംക്ഷിപ്ത രൂപം. അതാണ് താങ്കൾ പറയുന്നത്. അതായത് അദ്ദേഹത്തിന് സ്വർണ്ണക്കൊള്ളയുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെ? നേരിട്ട് യാതൊരു ബന്ധവുമില്ല. അതല്ല, അടുത്ത വാചകം പറയാൻ അനുവദിച്ചാൽ പ്രശ്നം തീരും. അത് സമ്മതിക്കത്തില്ലല്ലോ നിങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഒരാളിനെയാണ് നമ്മൾ ദേവസ്വത്തിന്റെ ചുമതല ഏൽപ്പിച്ചത്. എന്നാൽ ശബരിമലയിൽ നടന്ന
ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ ഇടപെടലകത്ത് ഇദ്ദേഹത്തിന് എന്തെങ്കിലും നോട്ടക്കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു വാക്ക് കൃത്യമായിട്ട് പറയുകയാണ്, അദ്ദേഹത്തിന് പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെയാണ്. അതിൽ CPM സപ്പോർട്ട് ചെയ്യില്ല. CPM അന്വേഷണത്തിൽ ഇടപെടില്ല. നോട്ടക്കുറവ്, അതായത് അതൊരു വല്ലാത്ത ലഘുവായ വാക്കാണ് ശ്രീ ഡോക്ടർ ഗോപൻ. നോട്ടക്കുറവ്, പാളിച്ച. കോടതി അങ്ങനെയാണ്. മൂന്നാം പ്രതിയാണ് അദ്ദേഹം. നോട്ടക്കുറവോ പാളിച്ചയോ എന്നല്ല, മൂന്നാം പ്രതിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനുണ്ടായത് നോട്ടക്കുറവാണോ?